ഹലോ ഗൈസ്, ഇറ്റ്സ് മീ പാറു ആണ്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നാരങ്ങ രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചതകലിലേക്ക് കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, കുറച്ചധികം വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ചുപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ചതച്ചെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കഷ്ണം കായവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ നല്ല പോലെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങ, കുറച്ച് കറിവേപ്പില, ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കറിവേപ്പില നല്ല പോലെ ഞെരടിയിട്ട് കറിവേപ്പിലേൻ്റെ ഒരു ടേസ്റ്റ്, ഫ്ലേവർ ഈ വെള്ളത്തിലേക്ക് വരണം. അതുപോലെ പിഴിഞ്ഞെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിച്ചു കൊടുക്കാം. വറ്റൽമുളക് ഇടണമായിരുന്നു. ഈ വീട്ടിൽ പെട്ടെന്ന് രസം ഉണ്ടാക്കേണ്ട പ്ലാൻ വന്നതുകൊണ്ട് വറ്റൽമുളക് ഇല്ലായിരുന്നു. സോ ഞാനത് ചേർത്തിട്ടില്ല. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾ പൊടി കൂടി ആഡ് ചെയ്യാം. കളറ് വേണ്ടവർക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം വേണം ഈ മിക്സ് ഇടാൻ വേണ്ടിയിട്ട്. നല്ല പോലെ തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫാക്കി സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാൻ ഈ രസവും നല്ല ചൂട് ചോറും കൂടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഈ ചോറിലേക്ക് ഈ രസം ഒഴിച്ച് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഉപ്പേരി, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചീര ഉപ്പേരിയാണ്. ഇതും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. ബൈ.